Dear students, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലാനിങ്ങിലെ we already discussed the importance, advantages of a planning. Next we are going to discuss about the limitation of a planning. One of the limitation of planning is the time consuming. The time consuming, it will take a lot of time to define objectives for collecting, analysis and editing data, and a number of steps are required to complete planning process, so a lot of time may be taken. Objective ഫിറ്റ് ചെയ്യാനും സെറ്റ് ചെയ്യാനും ഒരുപാട് സമയം എടുക്കും. അതുപോലെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒബ്ജക്റ്റീവിനെ കുറിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുന്ന പ്രോസസ്സിന് പ്ലാനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് സ്റ്റെപ്പും ഉണ്ട്, ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അത് ടൈം കൺസ്യൂമിങ് ആണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ ഓഫ് എ പ്ലാനിങ്ങിൽ പറയുന്നത്. സോ ലോട്ട് ഓഫ് ടൈം മേ ബി ടേക്കൺ ഫോർ കളക്ടിങ് ആൻഡ് സ്റ്റെപ്പ് ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ദ സ്റ്റെപ്സ് ഓഫ് എ പ്ലാനിങ് പ്രോസസ്. നെക്സ്റ്റ്, കോസ്റ്റ്ലി. ദ പ്ലാനിങ് is a time consuming and expensive process. Small medium enterprises find it difficult to make a comprehensive plans. A lot of money to be spent for collecting, analysis and editing data. Specialized staff are necessaries. In order to forecasting the planning process or forecasting in the future, ഒരുപാട് ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് എക്സ്പേർട്ടിൻ്റെ നോളജ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് lot of money and spend for collecting the data, editing data, analysis of data. ഇതിനൊക്കെ ഒരുപാട് കോസ്റ്റ്ലിയാണ്, അതൊരുപാട് കോസ്റ്റ്ലിയാണ്. അതുപോലെ സ്പെഷ്യലൈസ്ഡ് സ്റ്റാഫ്സ് ആർ നെസസറി ടു അനാലിസിസ് ദ ഡാറ്റാസ് ആൻഡ് എഡിറ്റിംഗ് ഓഫ് എ ഡാറ്റാസ്. സോ പ്ലാനിങ് ഈസ് ആൻ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ സ്മാൾ അല്ലെങ്കിൽ മീഡിയം എൻ്റർപ്രൈസസ് വെരി ഡിഫിക്കൽട്ട് ടു മേക്ക് എ കോംപ്രിഹെൻസീവ് planning because it is costly. Next ആണ് ടെക്നോളജിക്കൽ ചേഞ്ച്. ദ ടെക്നോളജി ഡേ ബൈ ഡേ അല്ലെങ്കിൽ ഡേ ടു ഡേ ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ റേറ്റ് ആൻഡ് നാച്ചർ ഓഫ് ടെക്നോളജി ചേഞ്ചിങ് പ്രസൻറ്റ് ഡിഫിക്കൽട്ടീസ് ഇൻ എ പ്ലാനിങ്. ടുഡേ ടെക്നോളജി അല്ല ഒരു 6 മാസം കഴിഞ്ഞാൽ ഉണ്ടാവുന്നു. അപ്പോൾ ടെക്നോളജിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇത് മറ്റൊരു ഡിഫിക്കൽറ്റിയാണ് അല്ലെങ്കിൽ മറ്റൊരു ലിമിറ്റേഷൻ ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാൻസ് ആർ പ്രിപ്പയർഡ് അണ്ടർ എക്സിസ്റ്റിംഗ് ടെക്നോളജി. വെൻ ദർ ഈസ് എ ചേഞ്ചിങ് ഇൻ എ ടെക്നോളജി ദറ്റ് ഹാസ് ടു ഫേസ് ന്യൂമറസ് പ്രോബ്ലം, ഇറ്റ് റിസൾട്ട് ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻസ്. അപ്പം നിലവിലുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ടെക്നോളജിയിലനുസരിച്ചായിരിക്കും പ്ലാനിങ് നടക്കുക അല്ലെങ്കിൽ സെറ്റ് ചെയ്യുക. പക്ഷേ ടെക്നോളജി ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് അഡോപ്റ്റ് ദാറ്റ് ടെക്നോളജീസ്. ആ ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പ്ലാനിങ് പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് ടെക്നിക്കൽ ചേഞ്ച് എന്ന് പറയുന്ന മറ്റൊരു പോരായ്മയാണ് പ്ലാനിങ്ങിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ ടെക്നോളജി ചേഞ്ച് ചെയ്യുകയാണ്, ഡേ ബൈ ആയിട്ട് ഇങ്ങനെ ടെക്നോളജി ചേഞ്ച് ചെയ്യാണ്. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആയിരുന്നു പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ടെക്നോളജി ചേഞ്ച് ചെയ്ത് ഇപ്പോൾ എന്തായി, അത് കളർ TV ആയി, പിന്നെ LED ആയി, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാനുണ്ട്. അപ്പോൾ ടെക്നോളജിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് പ്ലാനിങ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻസ് ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു മറ്റൊരു ലിമിറ്റേഷനാണ് ടെക്നോളജിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ പൊളിറ്റിക്കൽ ക്ലൈമറ്റ്, പൊളിറ്റിക്കൽ ഇഷ്യൂസുകൾ, പൊളിറ്റിക്കൽ പാർട്ടിയുടെ റൂളിംഗ് ആൻഡ് ഓപ്പോസിറ്റ് പാർട്ടീസുടെ നയങ്ങൾ, അവരുടെ പിന്നെ പോളിസീസുകളൊക്കെ വ്യത്യാസപ്പെടുന്നതുകൊണ്ട് ഓർഗനൈസേഷനിലും നമ്മൾ ചേഞ്ച് വരുത്തേണ്ടി വരും. അപ്പോൾ എൻവയോൺമെൻറ്റ് ചേഞ്ച് വരുമ്പോൾ നമ്മൾ ഓർഗനൈസേഷനിലും കൂടുതലായിട്ട് ബാധിക്കുകയാണ് ചെയ്യുക. അപ്പോൾ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് എന്ന് പറയുന്ന മറ്റൊരു ലിമിറ്റേഷനാണ്. ഗവൺമെൻറ്റിൻ്റെ റൂൾസ് മാറാം, ഓപ്പോസിറ്റ് പാർട്ടിയുടെ എതിർപ്പുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഹർത്താൽ, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസുകൾ
ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം പൊളിറ്റിക്കൽ ക്ലൈമറ്റാണ്. അതായത് പൊളിറ്റിക്കൽ ക്ലൈമറ്റിനനുസരിച്ച് നമ്മളും ചേഞ്ച് വരുത്തേണ്ടി വരും. ഓരോ ഗവൺമെൻറ് എടുക്കുന്ന റൂൾസുകൾ, അങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടീസ്, റൂളിംഗ് പാർട്ടി ഉണ്ടാവും, ഓപ്പോസിറ്റ് പാർട്ടി ഉണ്ടാവും. അപ്പോൾ ഓപ്പോസിറ്റ് പാർട്ടിയുടെ നയങ്ങൾ, റൂളിംഗ് പാർട്ടിയുടെ നയങ്ങളെല്ലാം ഈ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഹർത്താൽ ഉണ്ടായെങ്കിൽ ഒരു ബിസിനസ്സിൽ 1 കോടിക്കണക്കിന് രൂപയോളം നഷ്ടമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പ്ലാനിങ്ങിൽ മാറ്റം വരുത്തേണ്ടി വരും, അല്ലെങ്കിൽ നിശ്ചയിച്ച പ്രകാരമുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊരു മറ്റൊരു ലിമിറ്റേഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ലാക്ക് ഓഫ് റിലയബിൾ ഡാറ്റ. നമുക്ക് ആവശ്യമുള്ള കറക്റ്റ് ഡാറ്റയുടെ പോരായ്മ. നമ്മൾ പ്ലാനിങ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യേണ്ടി വരും. ഓർഗനൈസേഷനിൽ, വിത്തിൻ ദ ഓർഗനൈസേഷൻ, ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ ഒരുപാട് ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യണം. അപ്പോൾ ഈ റിലയബിൾ ആയിട്ടുള്ള ഡാറ്റാസ് ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ലൊരു പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലാക്ക് ഓഫ് റിലയബിൾ ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് കളക്ട് ഇൻഫോർമേഷൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം കോമ്പറ്റീറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന റൂൾസ്, റിലേഷൻസൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ മാറ്റി വരികയാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇൻഫോർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്ലാനിങ്ങിൽ പിന്നെ ഭയങ്കര പോരായ്മയായി മാറും. അതുപോലെ തന്നെയാണ് റൈവൽ ഫേം, കോമ്പറ്റീറ്റേഴ്സിൻ്റെ അവരുടെ ആക്ഷനോ റിയാക്ഷനോ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് സ്ട്രാറ്റജിക് പ്ലാൻ ഉണ്ടാക്കുക. അപ്പോൾ അവരുടെ ഇൻഫോർമേഷൻ നമുക്ക് കറക്റ്റായി കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സ്ട്രാറ്റജിക് പ്ലാന് പിന്നെ ഒരു ഫ്ലോപ്പായി മാറും. കാരണം സ്ട്രാറ്റജിക് പ്ലാൻ എന്തിനാണ് ഉണ്ടാക്കുന്നത്? കോമ്പറ്റീറ്റേഴ്സിനെ പിന്നെ ചാലഞ്ച് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഓരോ സ്ട്രാറ്റജിക് ആയിട്ടുള്ള നയതന്ത്രപരമായിട്ടുള്ള പ്ലാനിങ്ങൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഇൻഫോർമേഷൻ നമുക്ക് പിന്നെ പോരായ്മ അല്ലെങ്കിൽ പ്രോപ്പറായി കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ആക്ഷൻസൊക്കെ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്ട്രാറ്റജിക് പ്ലാൻ എല്ലാം ഫ്ലോപ്പായി മാറും. അപ്പോൾ അത് നമുക്കത് അത്ര എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടില്ല. അതാണ് മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് പ്ലാനിങ്ങിൽ. ഇനി അടുത്താണ് റെസ്ട്രിക്റ്റ് ഇനീഷ്യേഷൻ. എവറി വൺ ഈസ് റിക്വയർഡ് ടു വർക്ക് ആസ് പെർ പ്ലാന്. അപ്പോൾ നമ്മൾ അവരുടെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. എംപ്ലോയീസ് അത് ആസ് പെർ ദ പ്ലാനിലൂടെ അല്ലെങ്കിൽ ആസ് പെർ ദ ഒബ്ജക്റ്റീവിലൂടെ വർക്ക് ചെയ്യണം. അപ്പോൾ ദർ ഈസ് നോ റൂം ഫോർ അപ്ലിക്കേഷൻ ഓഫ് വർക്കേഴ്സ് ഓൺ ഇനീഷ്യേറ്റീവ്. ഹി ഹാസ് ടു ആക്ട് ഇൻ എ മെക്കാനിക്കൽ വേസിൽ ആക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അതൊരു നമ്മളൊരു റോബോട്ടിനെ പോലെ പിന്നെ നമ്മൾ സ്വിച്ച് ഇട്ടാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും. ഒരു റെസ്ട്രിക്റ്റഡ് ഇനിഷ്യേഷനാണ്. അതായത് എംപ്ലോയീസിന്, കാരണം എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് അവർ സെറ്റ് ചെയ്ത ഒബ്ജക്റ്റീവിനനുസരിച്ച് നമ്മൾ രാവിലെ പോകുന്നു, വർക്ക് ചെയ്യുന്നു, പിന്നെ അത് വൈകുന്നേരം വരുന്നു. നമ്മളതായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് അല്ല, നമ്മളതായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളോ ഒന്നും അതിനകത്ത് ചെയ്യാൻ പറ്റില്ല എന്നാണ് മറ്റൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് പ്ലാനിങ്ങിൽ. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്റ്റ് ഇനീഷ്യേഷൻ. എവരി വൺ ഈസ് റിക്വയർഡ് ടു വർക്ക് ആസ് പെർ ദ പ്ലാന് ആൻഡ് there is no room for the application of workers on initiative. He has to act in a mechanical way. He has to act in the standard plan, അല്ലെങ്കിൽ as per the plan. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ വർക്കേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇനീഷ്യേറ്റീവിനോ കോൺട്രിബ്യൂഷൻസൊന്നും വേണ്ട. ആസ് പെർ ദ പ്ലാൻ അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. ഒരു മെക്കാനിക്കൽ വേയിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എന്നാണ്. ഇത്രയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ടൈം കൺസ്യൂമിങ്, കോസ്റ്റ്ലി, ടെക്നിക്കൽ ചേഞ്ച്, പൊളിറ്റിക്കൽ ക്ലൈമറ്റ്, ലാക്ക് ഓഫ് റിലയബിൾ ഡാറ്റ, ഇനീഷ്യേറ്റീവ്. നെക്സ്റ്റ് ആണ് ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് പ്ലാനിങ്. എഫക്റ്റീവ് പ്ലാനിങ് മേക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ തടസ്സങ്ങളാണ് നേരിടുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഡിഫിക്കൽട്ട് ഓഫ് അക്യുറേറ്റ് പ്രിമൈസസിൻ്റെ difficulty. Second, lack of appropriate planning climate, uncertainty, standard information, lack of problem in a forecasting technique and constraints. First is difficult of accurate premises. ഇപ്പോൾ പ്രിമൈസസ് എന്ന് പറയുന്നത് ഒരു അസംഷനാണ്. ഫ്യൂച്ചർ നമ്മൾ അത് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഫ്യൂച്ചർ ഇവൻറ്റിനെ കുറിച്ചുള്ള ഒരു അസംഷനാണ് പ്രിമൈസസ് എന്ന് പറയുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഡിഫിക്കൽട്ടീസ് ഓഫ് ഫോർമുലേറ്റിംഗ് ദ കറക്റ്റ് പ്ലാനിങ് പ്രിമൈസസ്. ഒരു അസംഷൻസ് നമ്മൾ ഒരു അനുമാനിക്കുകയാണ്, ഇന്നത് വരും, ഇന്നത് ഫ്യൂച്ചറിൽ ഇന്നതാവുന്നുള്ളൂ. അത് കറക്റ്റായിട്ടുള്ള ഒരു അനുമാനം അവിടെ ഇല്ലെങ്കിൽ അതൊരു പിന്നെ ബാരിയേഴ്സാണ്. അതായത് ആ കറക്റ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിന്നത് ഫ്യൂച്ചറിൽ ഇങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി കാണുകയാണ്.
അപ്പോൾ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് കറക്റ്റ് അല്ലെങ്കിൽ അത് പ്ലാനിങ്ങിന് എഫക്റ്റീവായിട്ടുള്ള പ്ലാനിങ്ങിന് അത് എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ഒന്നാമത്തെ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് അപ്രോപ്രിയേറ്റ് പ്ലാനിങ് ക്ലൈമറ്റ് ആണ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ക്ലൈമറ്റ് പ്രോപ്പർ അല്ലെങ്കിൽ, അതായത് ഇപ്പോൾ ടോപ്പ് ലെവലുണ്ട്, മിഡിൽ ലെവലുണ്ട്, ലോവർ ലെവലുണ്ട്, ഒക്കെ ഒരുപാട് എംപ്ലോയീസുകൾ പിന്നെ ഓർഗനൈസേഷനിലുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു കോർഡിനേഷനോ അല്ലെങ്കിൽ ഇവരുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജേഴ്സിൻ്റെ സപ്പോർട്ടോ ഒന്നും ഇല്ലെങ്കിൽ അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ലൊരു പ്ലാനിങ് എഫക്റ്റീവായിട്ട് ഉള്ള ഇവിടെ പ്ലാനിങ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് അസാധ്യമായിരിക്കും. കാരണം ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ, ഒരു കോർഡിനേഷന് അല്ലെങ്കിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷന് ഇല്ലെങ്കിൽ അവിടെ പിന്നെ പ്ലാനിങ് എഫക്റ്റീവ് ആവില്ല. അപ്പോൾ ലാക്ക് ഓഫ് അപ്രോപ്രിയേറ്റ് പ്ലാനിങ് ക്ലൈമറ്റ്സ് എന്ന് പറയുന്നത് വേറൊരു ബാരിയറാണ്. കാരണം അവിടെ പ്രോപ്പറായിട്ടുള്ളൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനോ അതുപോലെ ഒരു കോർഡിനേഷനോ ഇല്ലെങ്കിൽ അവിടെ എഫക്റ്റീവായിട്ട് നമുക്ക് പ്ലാനിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അടുത്തൊരു പോയിൻ്റാണ് അൺസർട്ടനിറ്റി. അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് നമുക്ക് പിന്നെ റിസ്ക്കാണ്, അത് വലിയ റിസ്ക്കാണ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് പിന്നെ കസ്റ്റമേഴ്സ് റിയൽ കിങ് ഇൻ ദ മാർക്കറ്റ്സ്. അവർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പം അവരുടെ ടേസ്റ്റ്, ഫാഷൻ, ഡിമാൻഡ് എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പിന്നെ അവരുടെ റൈവൽ ഫേംസുകൾ, അവരൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റുകൾ, ഇതെല്ലാം അവർ താരതമ്യം ചെയ്തിട്ടാണ് റാഷണൽ കൺസ്യൂമേഴ്സ് സാധനങ്ങൾ വാങ്ങിക്കുക, ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുക. അപ്പോൾ റിസ്ക് അവിടെ എപ്പോഴും ഉണ്ട്. അപ്പോൾ ആ റിസ്ക്കാണ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡ്യൂ ടു ദ കോംപ്ലക്സിറ്റി ആൻഡ് ചേഞ്ചസ്, planner and manager do not have a complete information about all factors influencing in the decisions. അപ്പോൾ ഹിയർ ഈ അൺസർട്ടനിറ്റീസിനെ കുറിച്ചുള്ള ഒരു അറിവ് അല്ലെങ്കിൽ ഫാഷൻ ചേഞ്ച് വരാം എന്നുള്ള ഒരു അറിവോ ഒരു ഇൻഫോർമേഷനോ പ്ലാനർക്കില്ലെങ്കിൽ അവിടെ പ്ലാൻ എഫക്റ്റീവ് ആവില്ല. കാരണം അതിനനുസരിച്ചാണ് നമ്മൾ പ്ലാന് പ്രിപ്പയർ ചെയ്യുക, ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക ഒക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു പിന്നെ അൺസർട്ടനിറ്റി അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് അവിടെ ആ റിസ്ക് ഉള്ളത് കൊണ്ട് ഒരു പ്രോപ്പർ ഇൻഫോർമേഷൻ, ആ ടേസ്റ്റ്, പ്രിഫറൻസ്, ഫാഷന്, കസ്റ്റമേഴ്സിനെ ഫാഷൻ ചെയ്യുന്ന, ടെക്നോളജി ചേഞ്ച് ചെയ്യുന്ന കുറിച്ച് ഒരു ഇൻഫോർമേഷൻ ഇല്ലെങ്കിൽ അവിടെ ഒരു എഫക്റ്റീവായിട്ടുള്ള പ്ലാന് പിന്നെ സെറ്റ് ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റില്ല. അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ തന്നെ അത് പിന്നെ ഫ്ലോപ്പായിട്ട് മാറുകയാണ് ചെയ്യുക. കാരണം എഫക്റ്റീവായിട്ടുള്ള ഇൻഫോർമേഷൻസോ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുന്നില്ല. ഈ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റിനെയും പ്രിഫറൻസിനെയും ഫാഷനെ കുറിച്ചും ടെക്നോളജി ചേഞ്ചിനെ കുറിച്ചും ഒരു ഇൻഫോർമേഷനും കറക്റ്റായി നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ ഒരു പ്ലാനിങ് എഫക്റ്റീവ് ആവില്ല എന്നുള്ളതാണ്. അടുത്താണ് സ്റ്റാൻഡേർഡ് ഇൻഫോർമേഷൻ. ഇൻഫോർമേഷൻ ഈസ് എ ലൈഫ് ബ്ലഡ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. ഇപ്പോൾ ഓർഗനൈസേഷനിൽ ഒരു ഡിസിഷന് മാനേജർ എടുക്കണമെങ്കിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടണം. സപ്ലയേഴ്സിനെ കുറിച്ച് ഇൻഫോർമേഷൻ കിട്ടണം, കസ്റ്റമറെ കുറിച്ച് ഇൻഫോർമേഷൻ കിട്ടണം, ഗവൺമെൻറ്റിൻ്റെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ കിട്ടണം, ക്രെഡിറ്റേഴ്സിൻ്റെ ഇൻഫോർമേഷൻ കിട്ടണം. അങ്ങനെ ഒരുപാട് ഇൻഫോർമേഷൻസ് ആവശ്യമാണ് ഒരു പ്രോപ്പർ റണ്ണിങ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇൻഫോർമേഷൻസിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് എഫക്റ്റീവ് പ്ലാനിങ്ങിനെ വളരെയധികം ഇൻവേഴ്സായിട്ട്, അൺഫേവറബിളായിട്ട് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള. സ്റ്റാൻഡേർഡ് ഇൻഫോർമേഷൻ്റെ ഒരു ലാക്ക് ഓഫ് പ്രോപ്പർ ഇൻഫോർമേഷൻസ് ഈസ് വൺ ഓഫ് ദി ബാരിയർ ഓഫ് എഫക്റ്റീവ് പ്ലാനിങ് ഇൻ ഓർഗനൈസേഷൻ. അപ്ഡേറ്റഡ് അല്ലാത്ത ഇൻഫോർമേഷൻസ്, അതായത് ഇവിടെ പറയുകയാണെങ്കിൽ ഫാക്ട് ദാറ്റ് ആർ ഔട്ട് ഓഫ് ദി ഡേറ്റ് ആൻഡ് ഓഫ് poor quality or of insufficient quantity can be major barrier to planning. അപ്ഡേറ്റഡ് അല്ലാത്ത ഇൻഫോർമേഷൻസ്, ഇപ്പോൾ അപ്ഡേറ്റ് അല്ലാത്ത കറക്റ്റ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ കറക്റ്റ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ അവിടെ എഫക്റ്റീവ് പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഡിസിഷൻസോ നടക്കില്ല എന്നുള്ളതാണ്. അടുത്ത ലാക്ക് ഓഫ് പ്രോബ്ലം ഇൻ എ ഫോർകാസ്റ്റിംഗ് ടെക്നിക്ക്. ഫോർകാസ്റ്റിംഗ് ഈസ് എസെൻഷ്യൽ ഫോർ പ്ലാനിങ്. For various forecasting and planning technique now in use require sound
നോളജ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ഓപ്പറേഷൻ റിസർച്ച് ഫോർ മാനേജർ. ഇപ്പോൾ ഈ ഫോർകാസ്റ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്ന ഒരുപാട് ടെക്നിക്കുകളുണ്ട്. അതിൽ തന്നെ ഡെൽഫി ടെക്നിക്ക്, അങ്ങനെ ഒരുപാട് ട്രെൻഡ് അനാലിസിസ്, അങ്ങനെ ഒരുപാട് ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. ഈ സെയിൽസ് പ്രിഡിക്റ്റ് ചെയ്യുന്നത്, പ്രോഫിറ്റ് പ്രിഡിക്റ്റ് ചെയ്യുന്നത് ഒക്കെ മുൻകൂട്ടി കാണുന്നത്. അപ്പോൾ ആ പ്രോപ്പർ അല്ലാതെ ഒരു ഫോർകാസ്റ്റിംഗ് ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ പ്ലാനിങ്ങിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പ്രോപ്പർ ലാക്ക് ഓഫ് പ്രോപ്പർ നോളജ് അബൌട്ട് ഫോർകാസ്റ്റിംഗ്, ലാക്ക് ഓഫ് നോളജ് ഇൻ ഫോർകാസ്റ്റിംഗ് ടെക്നിക്ക്. ലാക്ക് ഓഫ് നോളജ് എന്നാണ് ഇവിടെ വരേണ്ടത്. ലാക്ക് ഓഫ് നോളജ് പ്രോബ്ലം ഇൻ എ ഫോർകാസ്റ്റിംഗ് ടെക്നിക്ക്. Lack of knowledge in a forecasting technique. Next, constraints. Another major obstacle to planning arises due to the constraint that limit what an organization can do for. അതായത് കൺസ്ട്രെയിൻ, വേറെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, സ്കിൽഡ് ലേബേഴ്സിനെ കിട്ടാതിരിക്കുക, ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള സ്കിൽഡ് ലേബേഴ്സിനെ കിട്ടാതിരിക്കുക. അതുപോലെ ഫണ്ട് മൊബിലൈസ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ പിന്നെ ബാങ്കിൽ നിന്ന് നമ്മൾ സമീപിക്കുമ്പോൾ ക്യാഷിൻ്റെ പ്രോബ്ലംസ്, അതായത് ക്യാഷ് മൊബിലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, ലാക്ക് ഓഫ് ഫണ്ട്, അതുപോലെ ലാക്ക് ഓഫ് സ്കിൽഡ് ലേബേഴ്സ്, ലാക്ക് ഓഫ് റോ മെറ്റീരിയൽസ്, ലാക്ക് ഓഫ് ന്യൂ ടെക്നോളജി, ഇതൊക്കെ കൺസ്ട്രെയിൻസ് ആണ്. ഈ കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ എഫക്റ്റീവ് പ്ലാനിങ്ങിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയാണ് ബാരിയേഴ്സ് ഓഫ് എഫക്റ്റീവ് പ്ലാനിങ്. ടു കൺക്ലൂഡ് ദ ടോപ്പിക് ഹിയർ, creation of planning, the time consuming, costly, technological change, political climate, lack of reliable data, initiative, and barriers of effective planning, difficult of accurate premising, second, lack of appropriate planning climate, third, uncertainty for standard informations in the core, lack of knowledge in a forecasting technique, and constraints, etc. Okay, thank you.